BSc റെസ്പിറേറ്ററി ടെക്നോളജി 4 വർഷം ദൈർഘ്യമുള്ള ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി പ്രോഗ്രാമാണിത്. ശ്വാസകോശത്തെയും ശ്വസനവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കണ്ടെത്തുക, ചികിത്സിക്കുക, നിയന്ത്രിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കോഴ്സാണിത്. ഈ കോഴ്സിലൂടെ റെസ്പിറേറ്ററി കെയർ ടെക്നിക്സ്, ഓക്സിജൻ തെറാപ്പി, വെന്റിലേറ്റർ മാനേജ്മെൻറ്റ്, പേഷ്യൻ്റ് മോണിറ്ററിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത്. മലിനീകരണവും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്വാസകോശ രോഗങ്ങൾ കൂടി വരികയാണ്. മാത്രമല്ല, കോവിഡ് പോലുള്ള മഹാമാരികൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുതലാകാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോസ്പിറ്റലുകളിലും ICUകളിലും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യകത കൂടി വരികയാണ്. ബ്രീത്തിംഗ് പ്രോബ്ലം ഉള്ള രോഗികളെ അസസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുക, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, ICUയിലെ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുക തുടങ്ങിയവയെല്ലാം ഇവരുടെ ജോലി പരിധിയിൽപ്പെടുന്നു. ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, റെസ്പിറേറ്ററി കെയർ ടെക്നോളജി, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിംഗ്, മെക്കാനിക്കൽ വെന്റിലേഷൻ, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, എമർജൻസി മെഡിസിൻ തുടങ്ങിയ വിഷയങ്ങളാകും ഇവർക്ക് പഠിക്കേണ്ടി വരിക. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, പൾമണറി ഫംഗ്ഷൻ ടെക്നോളജിസ്റ്റ്, പൾമണറി റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, ICU ആൻഡ് ക്രിട്ടിക്കൽ കെയർ ടെക്നോളജിസ്റ്റ് തുടങ്ങിയ മേഖലകളിലായിരിക്കും ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരിക. ഇനി ഹയർ സ്റ്റഡീസാണ് ലക്ഷ്യമെങ്കിൽ MSc റെസ്പിറേറ്ററി തെറാപ്പി, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഹയർ ഓപ്ഷൻസ് എല്ലാം ഇവർക്ക് അവൈലബിൾ ആണ്. കേരളത്തിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് റെസ്പിറേറ്ററി ടെക്നോളജിക്കായുള്ളത്. LBSൻ്റെ ലിസ്റ്റിലുള്ളത് ആകെ 12 സീറ്റുകളാണ്. അതിൽ 4 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണുള്ളത്. പ്രൈവറ്റ് മേഖലയിലെ 8 സീറ്റുകളിൽ 4 സീറ്റുകൾ മാത്രമാണ് LBSയിലൂടെ അഡ്മിഷൻ നടക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിച്ച് ഏതൊക്കെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയവർക്കാണ് റെസ്പിറേറ്ററി ടെക്നോളജിയിൽ അഡ്മിഷൻ കിട്ടിയത് എന്ന് നോക്കാം. ആകെ 3 കോളേജുകളിലാണ് റെസ്പിറേറ്ററി ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിലെ ആദ്യ അഡ്മിഷൻ നടന്നത് 7ാമത്തെ അലോട്ട്മെൻറ്റിൽ 295.84 ഇൻഡെക്സ് മാർക്കിനാണ്. 7ാമത്തെ തന്നെ അലോട്ട്മെൻറ്റിൽ ഈഴവ കാറ്റഗറിയിൽ നിന്ന് 292.49 ഇൻഡെക്സ് മാർക്കിനും EWS കാറ്റഗറിയിൽ നിന്ന് 286.66 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ കിട്ടി. 9ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും ഉയർന്ന ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ നടന്നത്. 297.51 ആ ഇൻഡെക്സ് മാർക്ക്. മറ്റൊരു കോളേജ് കോഴിക്കോട് തന്നെയുള്ള മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററാണ്. അവിടെ 2 അഡ്മിഷനാണ് കഴിഞ്ഞ വർഷം നടന്നത്. 4ാമത്തെ അലോട്ട്മെൻറ്റിൽ 297.5 ഇൻഡെക്സ് മാർക്കിനും 7ാമത്തെ അലോട്ട്മെൻറ്റിൽ 286.67 ഇൻഡെക്സ് മാർക്കിനും അഡ്മിഷൻ നടന്നിട്ടുണ്ട്. ഈ 2 അഡ്മിഷനും നടന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെയായിരുന്നു. മറ്റൊരു കോളേജാണ് ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. അവിടെ 2 സീറ്റുകളിലാണ് LBS വഴി അഡ്മിഷൻ നടന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ 22ാമത്തെ അലോട്ട്മെൻറ്റിൽ 250.83 ഇൻഡെക്സിനും ഈഴവ കാറ്റഗറിയിൽ 20ാമത്തെ അലോട്ട്മെൻറ്റിൽ 248.33 ഇൻഡെക്സ് മാർക്കിനുമാണ് അവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. റെസ്പിറേറ്ററി ടെക്നോളജിക്ക് സീറ്റുകൾ കുറവെങ്കിലും സ്റ്റേറ്റ് മെറിറ്റിൽ 250.83, 286.67 തുടങ്ങിയ ഇൻഡെക്സിൽ അഡ്മിഷൻ നടന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞാലും അപ്ലൈ ചെയ്തിടാനായി ശ്രദ്ധിക്കുക.